ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഞാൻ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എങ്കിട്ടാന്ന് നിങ്ങൾ വിചാരിക്കും. ഞാൻ ഗൾഫിലേക്ക് പോകാൻ പോവാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഗായ്സ് അങ്ങനെ ഞാൻ കാത്തിരുന്ന ആ ഒരു ദിവസം എത്തി. അപ്പം ഞാനിതാ ഗൾഫിക്ക് എൻ്റെ ഉപ്പാൻ്റെ അടുത്തേക്ക് പോകാൻ പോവാണ്. അപ്പോൾ ഗൾഫിക്ക് സൗദി അറേബ്യയ്ക്കാണ് കേട്ടോ ഞാൻ പോണത്. റിയാദ് ആ ഒരു ഭാഗത്തേക്കൊക്കെയാണ്. അപ്പോൾ ഗായ്സ് അങ്ങനെ ഞങ്ങളിതാ എയർപോർട്ടിൻ്റെ ആ ഒരു ഭാഗത്തെത്തി. അപ്പോൾ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതാ ഫ്രൈഡ് റൈസ് ഒക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ അത് കഴിക്കുകയാണ്. പിന്നെ ഞങ്ങൾ എല്ലാവരുടെ അടുത്തും യാത്ര പറഞ്ഞു. ഫ്രണ്ട്സിൻ്റെ അടുത്ത്, ഫാമിലി എല്ലാവരുടെ അടുത്തും യാത്ര പറഞ്ഞു. ഫ്രണ്ട്സൊക്കെ സത്യം പറഞ്ഞാൽ കരഞ്ഞു, ഞാനും കരഞ്ഞു. പിന്നെ എനിക്ക് ഫാമിലീനെ വിട്ടു പോകണമെന്ന് ഭയങ്കര സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനതൊക്കെ സഹിച്ച് പിടിച്ചിരുന്നു. ഞാൻ സങ്കടങ്ങളൊന്നും അങ്ങനെ പുറത്തേക്ക് കാണിച്ചില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അതാ ഗൈസ് ഞങ്ങൾ ലൈസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് ദുബായ് എയർപോർട്ടിൽ 5 hours ഇരിക്കണം, 5 മണിക്കൂർ അവിടെ ഇരിക്കണം. അപ്പോൾ അതാ എയർപോർട്ട് എത്താനായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അവിടെ എത്താനാവുമ്പോൾ എനിക്കിങ്ങനെ മനസ്സിലിങ്ങനെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ഗൾഫിക്ക് പോവുകയാണിത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ മറ്റേ എയ്റോപ്ലെയിനിൽ കയറാൻ പോണത്. സാധാരണ എയർപോർട്ടിലൊക്കെ പോണത് ഉപ്പാനെ കൊണ്ടാക്കാൻ, പിന്നെ കസിൻസിനെ, അങ്ങനെ ഫാമിലിനെ കൊണ്ടാക്കാനായിരിക്കും സാധാരണ എയർപോർട്ടിൽ പോകാറ്. പക്ഷേ ഇപ്പോൾ ഞാൻ എന്താ പറയുക, ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഞങ്ങളിതാ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കയറി ഇപ്പോൾ ഞങ്ങൾ മറ്റേ എന്തോ ഒരു ഗേറ്റ് നമ്പറൊക്കെ ഉണ്ട്, അവിടേക്കായിട്ട് പോവുകയാണ്. 3 മാസത്തിനാണ് കേട്ടോ ഞാൻ പോണത്. പിന്നെ ഗൾഫിക്ക് മാത്രമായിട്ടല്ല, ഉംറ ചെയ്യാൻ കൂടിയിട്ടാണ് ഞങ്ങൾ പോണത്. പിന്നെ അങ്ങനെ ഞങ്ങളിതാ കുറച്ച് നേരം അവിടെ ഇരിക്കണം. പാസ്പോർട്ടൊക്കെ സെറ്റാണ്. പാസ്പോർട്ടും ടിക്കറ്റൊക്കെ കിട്ടിയിട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്. പിന്നെ ഗായ്സ് അപ്പം അങ്ങനെ ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. സത്യം പറഞ്ഞാൽ അത് പറയുമ്പോഴും എനിക്ക് ഭയങ്കര നെഞ്ചിലൊക്കെ ഒരു ഇതായിരുന്നു കേട്ടോ. കാരണം എയ്റോപ്ലെയിനിലൊക്കെ കയറുന്നത് ഭയങ്കര ഫസ്റ്റ് ടൈമാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള എക്സ്പീരിയൻസൊക്കെ എങ്ങനെ ഉണ്ടാവും എല്ലാം ഞാൻ പറയാം കേട്ടോ അതിൽ കയറിയിട്ട്. സോ നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ഗായ്സ്. അപ്പം അങ്ങനെ ഞാൻ കയറി കേട്ടോ ഫ്ലൈറ്റിൽ. എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഫ്ലൈറ്റിൽ കയറി. അടിപൊളിയായിരുന്നു വ്യൂ ഒക്കെ. പക്ഷേ ഈ എയ്റോപ്ലെയിൻ ലാൻഡ് ആവാനായപ്പോൾ എൻ്റെ ചെവിയൊക്കെ ഭയങ്കര വേദന ഉണ്ടായിരുന്നു. വേദന എന്ന് പറയുമ്പോൾ ഇങ്ങനെ സൂചി ഇങ്ങനെ ചെവിയിൽ കുത്തണ പോലത്തെ വേദന. അപ്പോൾ നമ്മളുടെ സീറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഇങ്ങനെ ഒരു ടാബോ ലാപ്ടോപ്പോ അങ്ങനെ എന്തോ ഒരു പോലത്തെ സംഭവമൊക്കെ ഉണ്ട്. പിന്നെ പാട്ട് കേൾക്കുക, ഗെയിം കളിക്കുക, എല്ലാം ചെയ്യുക. ബട്ട് ഞാൻ അതൊന്നും ചെയ്തില്ല. കാരണം അതിൻ്റെ ഫ്ലാഷ് മീൻസ് എന്താണ്, അതിൻ്റെ ലൈറ്റ് ഭയങ്കര ഓവറായിട്ടായിരുന്നു. ഇങ്ങനെ കണ്ണിലിങ്ങനെ ഇതാവും, തലയൊക്കെ വേദന എടുക്കും. ഇനിയിപ്പോൾ തലവേദനത്ത് ഛർദ്ദിക്കാനൊക്കെ വരും, അപ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് രാത്രിത്തെ വ്യൂവും മോർണിംഗ് വ്യൂവും എല്ലാം കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരുടെ ഇതിലും അങ്ങനത്തെ ഒരു സംഭവമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ എയ്റോപ്ലെയിനിൻ്റെ ഒരു വ്യൂ ഒക്കെ. എല്ലാവരും എൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് എനിക്കറിയാം. കാരണം എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെ വീഡിയോ പെട്ടെന്ന് ഇട്, അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞാനിപ്പോൾ ഗൾഫിൽ എൻ്റെ ഉപ്പാൻ്റെ ഞങ്ങളൊരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റൂമിൽ ഇങ്ങനെ വൈഫൈയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വൈഫൈ കിട്ടിയപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ വോയിസ് കൊടുക്കാനൊക്കെ ലേറ്റായപ്പോൾ ഞങ്ങൾ എയ്റോപ്ലെയിൻ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ എയ്റോപ്ലെയിൻ ഇങ്ങനെ പൊന്തുമ്പോൾ വയറിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഒരു കാളലിങ്ങനെ വരും കേട്ടോ. ഭയങ്കര എന്തൊക്കെയോ പോലെ തോന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങളിൽ ആരൊക്കെ എയ്റോപ്ലെയിനിൽ കയറിയിട്ടുണ്ട് എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എയ്റോപ്ലെയിൻ ഞങ്ങളുടെ ആകാശത്താണ്. സോ അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ നമ്മളിങ്ങനെ വീടൊക്കെ ഇങ്ങനെ കുഞ്ഞതുപോലെയാണ് കാണുക. കണ്ടില്ലേ, നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ് കേട്ടോ. പിന്നെ ഗായ്സ് അങ്ങനെ ഒരു 4 മണിയോ 3 മണിയോ എത്രയ്ക്കോ മണിയായി. എൻ്റെ ഉമ്മയും അനിയത്തൊക്കെ ഉറങ്ങി. ബട്ട് ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ഉറങ്ങാനൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. നല്ല ചെവിവേദന ഉണ്ടായിരുന്നു. ഈ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഭയങ്കര ചെവിവേദന ഉണ്ടായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് എനിക്ക് അത്രയ്ക്കൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കണ്ടില്ലേ, നല്ല രസമുണ്ട്. നല്ല സൺറൈസൊക്കെ അടിപൊളിയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എനിക്ക് വിൻഡോ സീറ്റും കിട്ടി. അത് കാരണം എനിക്ക് ഇങ്ങനത്തെ വ്യൂ ഒക്കെ ആസ്വദിക്കാൻ പറ്റി കേട്ടോ. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എയ്റോപ്ലെയിൻ ലാൻഡായി. സത്യം പറഞ്ഞാൽ വയറ് നന്നായിട്ട് കാണുന്നുണ്ടായിരുന്നു. ഫ്ലൈ ദുബായ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എയ്റോപ്ലെയിനിലാണ് ഞങ്ങൾ കയറിയത്. എന്തായാലും ഇതൊക്കെ ഞാൻ ജേർണൽ ചെയ്യും കേട്ടോ. കാരണം ഇതൊക്കെ എൻ്റെ ഫസ്റ്റ് മെമ്മറി അല്ലേ. ഈ മെമ്മറിയൊക്കെ മറക്കാണ്ടിരിക്കാൻ വേണ്ടി എന്തായാലും ജേർണലൊക്കെ ചെയ്യണം.
ഓക്കെ, അപ്പോൾ ഇതാ ലാൻഡായി. ഇനി നമ്മൾ എയ്റോപ്ലെയിനിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ പോവാണ്. ഈ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഭയങ്കര ചെവിവേനുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മളിതാ ഇനിയിപ്പോൾ ഒരു ബസ്സിലൊക്കെ കയറുന്നുണ്ട് കേട്ടോ. കാരണം എന്തോ അത് കഴിഞ്ഞാൽ നമ്മളൊരു ബസ്സിൽ കയറി പിന്നെ എയർപോർട്ടിൽ നമ്മൾ ഇറങ്ങും. അപ്പോൾ ഇതാ എയർപോർട്ടിൽ നമ്മൾ ഇറങ്ങി. അപ്പോൾ നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ 5 മണിക്കൂർ ഇനി ഇതിപ്പോൾ നമ്മൾ ദുബായിലാണിട്ടുള്ളത്. ദുബായ് എയർപോർട്ടിലാണ്. അപ്പോൾ വിശക്കാൻ തുടങ്ങി. അപ്പോൾ കപ്പ് കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അത് വാങ്ങിയത് നന്നായി. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. 5 hours കൂടി വെയിറ്റ് ചെയ്യാനുള്ളതല്ലേ. പിന്നെ ഇതാ അവിടെ ദുബായ് ആയതുകൊണ്ട് ഭയങ്കര വിലയായിരിക്കും. സ്റ്റാർബക്സും എല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ കൊതിയിറക്കിയിരിക്കുകയായിരുന്നു. പിന്നെ ഗായ്സ് ഇങ്ങനത്തെ കുറേ വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിനി നെക്സ്റ്റ് എയ്റോപ്ലെയിനിൽ കയറാൻ പോവുകയാണ്. സോ എല്ലാം ഒരു മെമ്മറി അല്ലേ. അടിപൊളിയായിരുന്നു. പിന്നെ എയ്റോപ്ലെയിനിൽ കയറാനും വേണം ഒരു ലെക്ക് അല്ലേ. എനിക്കത് ലെക്കായിട്ടാണ് കേട്ടോ തോന്നിയത്. അപ്പം നമ്മളിതാ ഈ ബസ്സിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എനിക്ക് ദുബായും കാണാൻ പറ്റി, പിന്നെ സൗദിയും കാണാൻ പറ്റി. സോ ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങൾ കാണാൻ പറ്റിയതിലും എനിക്ക് ഭയങ്കര അധികം സന്തോഷമുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ത്യനെ ഫുള്ളായിട്ട് കണ്ടിട്ടില്ല. ആ കേരളത്തിൻ്റെ പുറത്ത് ആകെ ഞാൻ കണ്ടിരിക്കുന്നത് തമിഴ്നാട്, ഊട്ടി മാത്രമാണ്. അവരെവിടെയും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളിതാ നെക്സ്റ്റ് എയ്റോപ്ലെയിനിൽ കയറി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. നല്ല വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗായ്സ് അങ്ങനെ ഈ ഒരു എയ്റോപ്ലെയിനും ലാൻഡായി. അപ്പോൾ നമ്മളിതാ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എൻ്റെ ഉപ്പാൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഉപ്പ അവിടെ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ബാഗ് ഇങ്ങനെ എന്തോ റൗണ്ടിലൊക്കെ ഇറങ്ങും. അപ്പോൾ എന്തായിരുന്നു അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു ബാഗ് റൗണ്ടിൽ ഇങ്ങനെ കറങ്ങില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പോയിട്ട് എടുക്കണം, അല്ലെങ്കിൽ കിട്ടില്ല. പിന്നെ അടുത്ത റൗണ്ടിൽ കിട്ടും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കണ്ടില്ലേ, മെല്ലെ ഇങ്ങനെ കറങ്ങും. ഓക്കെ, അപ്പം ഞാനിതാ ഈ ഒരു സംഭവം കുന്തിയിട്ട് പോവുകയാണ്. പിന്നെ വലിയ ഗൾഫുകാരിൻ്റെ ഒരു ലുക്കിലേക്കാണ് ഞാൻ പോണത്. സോ ഇതൊക്കെ ഇതിനും വേണം ഒരു ഭാഗ്യം എന്നൊക്കെ പറയാം. അങ്ങനെ ഇതാ നമ്മളങ്ങനെ ഉപ്പാൻ്റെ അടുത്തേക്ക് എത്തി. അപ്പോൾ ഉപ്പയാണ് ഇപ്പോൾ ഇത് കൊണ്ടുപോകണത്. സോ നമ്മൾ ലിഫ്റ്റിലൊക്കെ കയറി, പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇതാ ഉപ്പാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കാറുണ്ട്. അപ്പോൾ അതിലാണ് ഇപ്പോൾ നമ്മളുടെ റൂമിലേക്ക് പോണത്. ആ റൂം കാണാനുള്ള എക്സൈറ്റ്മെൻറ്റും ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക്. പിന്നെ നമ്മൾ പോണ വഴിക്ക് മന്തിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. മന്തി പിന്നെ എന്തോ ഒരു ജ്യൂസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. 7up പോലത്തെ ഒരു ഇതാണ് കേട്ടോ, മിറിൻഡ. അത് പക്ഷെ നാട്ടിലത്തെ ഇതുപോലെയല്ല. ഓക്കെ, അപ്പം നമ്മളിതാ റൂമിലേക്ക് പോവുകയാണ്. നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. എൻ്റെ അടുത്താണ് ഉണ്ടാക്കുക കവർ. അപ്പം നമ്മളിതാ അവിടെ ഗൾഫിലൊക്കെയെന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ മന്തിയൊക്കെയാണ് കേട്ടോ. അപ്പം ഞാനിതാ അത് കഴിക്കുകയാണ്. അങ്ങനെ ഗൾഫിൽ ഇങ്ങനെ പ്ലേറ്റ് ഒന്നും ഉണ്ടാവില്ല. നമ്മളിങ്ങനെ ഒരു കവർ ഇങ്ങനെ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ് കഴിക്കുക. പിന്നെ നാരങ്ങ കയ്യിൽ പിഴിഞ്ഞ് അവിടുത്തെ സവോളയാണ് കേട്ടോ, ഒരു വെള്ള കളറിലാണ് ഇതാ ഇത്. അത് സവോളയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കുഴപ്പമില്ല, നല്ല വിശന്നിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ എന്ത് കിട്ടിയാലും കഴിക്കും എന്നുള്ളൊരു രീതിയിലായിരുന്നു. അപ്പോൾ ഇതാണ് മിറിൻ്റെ. അവിടുത്തെ ഇങ്ങനത്തെ ഒരു യെല്ലോ കളറാണ്. കുഴപ്പമില്ല, ഒരു 7up കുടിക്കുന്ന ടേസ്റ്റാണ് കേട്ടോ. പിന്നെ വൈകുന്നേരം നോക്കിയപ്പോൾ ഗായ്സ് നല്ല വ്യൂ ആയിരുന്നു. നല്ല വയലറ്റ് കളർ പോലത്തെ ഒരു ആകാശമൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തോന്നി. ഇതൊക്കെ സൗദിയാണെന്ന് പറയുമ്പോഴേക്കും ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ സൗദിയിൽ നിന്നുള്ള ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കണമെന്നുണ്ട്. എന്തായാലും ചിലപ്പോൾ ഞാൻ എടുക്കും. അപ്പോൾ ഇതാണ് കേട്ടോ, ഞാൻ ഫേസ് വാഷും കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഫേസ് വാഷ് ഇട്ടു. പിന്നെ ഇതാ എൻ്റെ അനിയത്തി ഇവിടെ സ്റ്റിക്കറും എല്ലാം ആക്കിയിട്ട് എന്തൊക്കെയോ കാട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു ടേബിളുള്ളത് ഭാഗ്യം. കാരണം നമുക്ക് ടേബിളൊക്കെയാണല്ലോ മെയിൻ. അവിടെ നല്ല വൃത്തിയില്ലാത്ത എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം തുടച്ച് വൃത്തിയാക്കി നല്ല നീറ്റാക്കി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബാഗിൻ്റെ ഉള്ളിലാണല്ലോ, നമ്മൾ പാക്കിങ് വീഡിയോയിലുണ്ടായിരുന്നു, എൻ്റെ ബാഗിൻ്റെ ഉള്ളിൽ കുറേ ആക്രി സാധനങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഓപ്പൺ ആക്കി നമ്മൾ ഈ ഒരു ടേബിൾ ഫില്ലാക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ വേണമെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യും. എന്തായാലും ഞാൻ ഇവിടുത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗൊക്കെ ഇടാം കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ പോലെ ആയിരിക്കില്ല ഇവിടുത്തെ. അതും ഞാൻ എടുത്ത പോയിൻ്റ്. അപ്പോൾ രാത്രിത്തെ വ്യൂവും അടിപൊളിയായിരുന്നു. ഇങ്ങനത്തെ ഒരു വ്യൂ ഒക്കെയാണ് കേട്ടോ സൗദിയത്തെ. പിന്നെ ഇവിടുത്തെ മിൽക്ക് ഇങ്ങനത്തെയാണ്.
സോ ഇത് എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നു. പിന്നെ ഇതാ 50 രൂപേൻ്റെ നമ്മുടെ ഇന്ത്യത്തെ നമ്മുടെ നാട്ടിലത്തെ ലേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എയർപോർട്ടിൽ നിന്ന് വാങ്ങിയതാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ത്യത്തെ ലേസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിഞ്ഞ് വിചാരിക്കേണ്ട ഞാൻ വലിയ റോള് കാട്ടണം അങ്ങനെ വിചാരിക്കേണ്ട കേട്ടോ, വെറുതെ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടുത്തെ ലേസ് ഇങ്ങനെയൊന്നല്ല കേട്ടോ. എന്തായാലും നല്ല വിശപ്പുണ്ടായിരുന്നു, അപ്പോൾ അതും കഴിച്ചു. പിന്നെ ഗായ്സ് ഇവിടെ നാട്ടിലത്തെ പോലെ ഒന്നുമില്ല, നമുക്ക് രാവിലെ ഒന്നും പുറത്തിറങ്ങാൻ പറ്റില്ല കേട്ടോ, കാരണം അത്രയ്ക്ക് ചൂടാണ്. അത് കാരണം നമുക്ക് രാവിലെ ഒന്നും പുറത്തിറങ്ങാൻ പറ്റില്ല. പിന്നെ ഇതാ രാത്രിയാണ് എല്ലാവരും പുറത്തിറങ്ങുക. പിന്നെ ഇപ്പോൾ ഇതാ മറ്റേ KFC എന്തായിരുന്നു KFC ബ്രോസ്റ്റഡും പിന്നെ കുബൂസും പിന്നെ അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. രാത്രിക്ക് ഫുഡ് വേണമല്ലോ, അപ്പോൾ നമ്മൾ ഇത് കഴിക്കാൻ പോവാണ്. ഇവിടെ സത്യം പറഞ്ഞാൽ പ്ലേറ്റൊന്നും ഇല്ലാത്ത തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ്. എന്തായാലും കുറച്ചും ഇപ്പം ഞങ്ങൾ വന്നല്ലേ ഉള്ളൂ, ഇനി കുറച്ചും കൂടി സെറ്റിലായിട്ട് വേണം പ്ലേറ്റ്സൊക്കെ വാങ്ങാൻ. അപ്പം നമ്മളുടെ ബ്രോസ്റ്റഡും ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഇങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിത് കഴിക്കുകയാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ സോസൊക്കെ നമുക്ക് കിട്ടും. സോസ് മാത്രമല്ല കേട്ടോ, എന്തോ മറ്റേ പീനട്ട് ബട്ടർ പോലത്തെ ഒരു സംഭവം ഉണ്ട്, പിന്നെ സാധാ മയോൺസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ആസ്വദിച്ച് കഴിക്കുകയാണ് സത്യം പറഞ്ഞാൽ. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ ചുണ്ട് നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഉപ്പ ലിപ് ബാം വാങ്ങിയിട്ട് വയ്യോ എന്ന് പറഞ്ഞു. അപ്പോൾ ഉപ്പ ലബെല്ലോ അങ്ങനെ എന്തോ ലബെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനീൻ്റെ ലിപ് ബാം ഉണ്ടെന്ന്. അപ്പോൾ അത് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ, നല്ലൊരു ലിപ് ബാമാണ്. കാരണം എൻ്റെ ചുണ്ടിൽ നല്ല വേദന എടുക്കുന്നുണ്ടായിരുന്നു, തൊലിയൊക്കെ ഇങ്ങനെ ഇതായിട്ട്. ചില വീഡിയോസിലും കണ്ടിട്ടുണ്ട് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഹണീബി തേച്ച് കഴിഞ്ഞാൽ മാറുന്നിട്ട് ഞാൻ ഹണീബിയൊക്കെ തേച്ച് നോക്കി, അപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യമൊക്കെ മാറി. എന്നാലും അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ ഫ്രണ്ട്സ് എൻ്റെ ഉപ്പ ആ ഒരു ജ്യൂസ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, മാംഗോ ഷേക്കാണ് കേട്ടോ. അപ്പോൾ അത് കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ടേബിളിൻ്റെ ഫൈനൽ ലുക്ക്, അടിപൊളിയായിട്ടില്ലേ. ഞാൻ എൻ്റെ വീട്ടിലെ ടേബിൾ പോലെ അത്യാവശ്യം മേക്ക് ഓവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് സ്റ്റിക്കേഴ്സും എൻ്റെ കുറച്ച് ഐറ്റംസൊക്കെ ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മറ്റേ ക്യാൻഡിലല്ല ഒരു ലൈറ്റൊക്കെ കത്തിച്ച് ജേണൽ ചെയ്യാനാണ് പോകുന്നത്. അല്ലാണ്ടേക്ക് പ്രത്യേകിച്ച് ക്രാഫ്റ്റും അങ്ങനെയൊന്നും ഇല്ലല്ലോ. എന്തായാലും അപ്പോൾ നമുക്കൊരു ജേണലിങ് ചെയ്യാം കേട്ടോ, ഇങ്ങോട്ട് വന്നതിനെ പറ്റിയിട്ടുള്ളത്. അത് നമുക്ക് ഈ ഒരു വിൻറ്റേജ് കിച്ചൺ തന്നെ നമുക്ക് തുടങ്ങാം. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റിക്കർ ബുക്കിൽ നിന്ന് കുറച്ച് ഞാൻ ഉണ്ടാക്കിയൊരു സ്റ്റിക്കർ ബുക്ക് ഉണ്ടായിരുന്നു. അത് ഞാൻ ഒരു നോട്ട്ബുക്കിൻ്റെ ഉള്ളിൽ സെലോ ടാപ്പ് ഒട്ടിച്ച് വെച്ചിട്ട് അതിൽ ഞാനിങ്ങനെ പ്രിൻ്റ് എടുത്ത കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് സെലോ ടാപ്പ് കൊണ്ട് ഒട്ടിച്ച് വെച്ചൊക്കെയായിരുന്നു. സെലോ ടാപ്പ് കൊണ്ടല്ല, അങ്ങനെയൊക്കെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അതിലത്തെ 1-2 എടുത്ത് നമുക്ക് ജേർണലിങ് ചെയ്യാം ഗൈസ്. ASMR ഒക്കെ ആയിട്ട് വീഡിയോ എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എൻ്റെ അനിയത്തിൻ്റെയും പിന്നെ അങ്ങനെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെയൊക്കെ കുഴപ്പം കാരണം ASMR പോയിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളിതാ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പോളറോയിഡ് ഫ്രെയിം പോലത്തെ കുറച്ച് ഇതൊക്കെ ഉണ്ട്, അതും ആ ജേണൽ സപ്ലൈസിലൊക്കെ ഉള്ളത് തന്നെയാണ്. അപ്പം നമുക്കതൊന്ന് ജസ്റ്റ് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ കത്രികയും കൊണ്ട് ആ ഒരു ഗേളിനെ ഞാൻ സെപ്പറേറ്റ് ആക്കിയിട്ട് ഒട്ടിക്കാനാണ് എൻ്റെ ഒരു പ്ലാൻ. എന്തായാലും ഫൈനൽ ലുക്ക് എന്താവുമെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഈ ഒരു ജേണൽ ഈ ഒരു വീഡിയോ തന്നെ ഫുള്ളും കാണുമെന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം ചിലവരൊക്കെ പകുതി കാണുമ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് പിന്നെ അങ്ങനെ കളയും. അത് പിന്നെ എനിക്കറിയാം കുറേ പേര് അങ്ങനെ ഉണ്ട്. കുറേ പേര് ചിലപ്പം ആണെങ്കിൽ ഇതൊക്കെ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ ചിലവർ കാണുന്നവരും ഉണ്ട് കേട്ടോ. എന്നിട്ട് അതിനെക്കുറിച്ചിട്ട് നെഗറ്റീവൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട്. കമൻറ്റ് ബോക്സിലല്ല കേട്ടോ, എൻ്റെ കുറച്ച് റിലേറ്റീവ്സും അവരൊക്കെ ഉണ്ട്. അവരതിനെക്കുറിച്ച് കുറച്ച് ഇങ്ങനെ വേണ്ട അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് മോട്ടിവേഷൻസൊക്കെ തരാറുണ്ട്. പിന്നെ അത് ആ ടിക്കറ്റിൻ്റെ ഒട്ടിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഗൾഫിലേക്ക് വരുമ്പോൾ എയറോപ്ലെയിനിൽ കയറുമ്പോൾ ടിക്കറ്റ് വേണമല്ലോ, അപ്പോൾ ആ ഒരു ടിക്കറ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഒട്ടിക്കുന്നത്.
പിന്നെ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറേ പേര് വെയിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. കാരണം എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോസ് ഇടാത്ത, വീഡിയോയ്ക്ക് വേണ്ടി ഞങ്ങളൊക്കെ വെയിറ്റിംഗ് ആണ്. എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ ഇടാൻ നല്ല വൈകിയെന്നൊക്കെ എനിക്കറിയാം. കാരണം എൻ്റെ മടിയാണ് മെയിൻ പ്രോബ്ലം. പിന്നെ എന്താ സ്റ്റിക്കർ ബുക്കത്തെ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ നമ്മൾ ഒട്ടിക്കുന്നുണ്ട്. അതിന് അത്യാവശ്യം സ്ഥലമൊന്നുമില്ല. എനിക്കാണെങ്കിൽ കുറേ ജേണലിൽ കുറേ എഴുതാനുള്ള സമയത്ത് ഞാൻ കുറേ ഒട്ടിക്കും. അത്രയ്ക്കൊന്നും എഴുതണ്ടെന്ന് വിചാരിക്കുമ്പോൾ അത്രയ്ക്ക് സപ്ലൈസ് ഞാൻ ഒട്ടിക്കില്ല. അതാണ് കേട്ടോ എൻ്റെ മെയിൻ ഒരു പ്രശ്നം. പിന്നെ വീഡിയോയ്ക്ക് നല്ല ലെങ്ത്ത് കൂടി, കുറേ മിനിറ്റായിട്ട് ഈ ഒരു വീഡിയോ. കാരണം ഞാൻ ചില സ്ഥലത്തൊക്കെ സ്പീഡ് കൂട്ടാൻ ഞാൻ മറന്നുപോയി. അതുകൊണ്ടാണ്. സോ നിങ്ങൾ ക്ഷമിക്കണം ഗായ്സ്. ചിലവരൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ തീരാത്ത, കുറേ നേരമായില്ല എന്ന് കുറേ പേര് വിചാരിക്കുന്നുണ്ടാവും. സോ നമ്മളങ്ങനെ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് നമ്മളുടെ ഫൈനൽ ലുക്ക് ആവാനായിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു ഡേറ്റും കൂടി ഒട്ടിച്ചിട്ട് നമുക്ക് ഈ ഒരു ഒട്ടിക്കൽ പരിപാടി നിർത്താം. ഇനി കുറേ എഴുതാനുണ്ട്. പക്ഷെ ഞാൻ അത്രയ്ക്ക് എഴുതാനുള്ള സ്ഥലമില്ല. എനിക്ക് കുറേ എഴുതണമെന്നുണ്ട്, ബട്ട് ഇതിൽ സ്ഥലമല്ല ഗായ്സ്. പിന്നെ ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ എൻ്റെ ജേണലിൽ ഫൈനൽ ലുക്ക്. എനിക്ക് അത്യാവശ്യം നല്ലപോലെ ഇഷ്ടപ്പെട്ടു. എസ്തെറ്റിക് അല്ലെങ്കിലും അതിൻ്റെ ഒരു പകുതി കുഴപ്പമില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇത്രയ്ക്ക് തന്നെയുള്ളൂ. പിന്നെ ഫ്രണ്ട്സ്, രാത്രി ആയില്ലേ, അപ്പോൾ എന്തായാലും ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്യും.